ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 5,x-7 എന്നിവ ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 3 പദങ്ങളായാൽ എക്സ് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 3 നമ്പേഴ്സ് തുടർച്ചയായിട്ടുള്ള സമാന്തര ശ്രേണിയുടെ തുടർച്ചയായി വരുന്ന 3 നമ്പേഴ്സ് ആണ് ഇവിടെ. ഏതൊക്കെ? 5, x -7. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വിലയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ പദവും അവസാനത്തെ പദവും തമ്മിൽ എന്ത് ചെയ്യാം? ആവറേജ് എടുക്കുക. ഓക്കെ, ആവറേജ് എടുക്കുക എന്ന് വെച്ചാൽ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ കണ്ട ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 3 പദങ്ങൾ എ ബി സി ആയാൽ ബി കാണാൻ എന്ത് ചെയ്താൽ മതി? എയും സിയും തമ്മിൽ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? പകുതി എടുക്കുക അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? 5ഉം -7ഉം തമ്മിൽ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 5ഉം -7ഉം ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറാണ് അല്ലേ? 5 പോസിറ്റീവ് ആണ്, 7 എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഇവരുടെ ഡിഫറൻസ് എടുക്കുക ആദ്യം. 5ന്റെ 7ന്റെ ഡിഫറൻസ് എത്രയാണ്? വ്യത്യാസം എത്രയാണ്? 2 അല്ലേ? അപ്പോൾ 2 കൊടുത്തിട്ട് ഈ 5ഉം 7ഉം എടുക്കുമ്പോൾ വലിയ നമ്പർ ആരാണ്? 5 ആണോ 7 ആണോ? 7 ആണ് അല്ലേ? അപ്പോൾ 7ന്റെ സൈന് വേണം ആൻസറിൽ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ 7ന്റെ സൈൻ എത്രയാന്ന് നോക്കിക്കേ. എന്താണെന്ന് നോക്കിക്കേ? മൈനസ് അല്ലേ? അപ്പം -2 ആണ് 5 + -7 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഡിവൈഡഡ് ബൈ എന്ത് കൂടെ ചെയ്യണം? 2 ചെയ്യണം. 2ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 2/2 എന്ന് പറയുമ്പോൾ 1 എന്ന് കിട്ടും. നെഗറ്റീവ് സൈൻ ഉണ്ട്. സോ ആൻസർ ഈസ് -1. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരവായിട്ട് വരുന്നത്. അപ്പോൾ ക്ലിയർ അല്ലേ? ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 3 പദങ്ങൾ തന്നിരുന്ന നടുക്കത്തെ പദം ചോദിച്ചാൽ എന്ത് ചെയ്യുക? 2 പദം, ആദ്യത്തെ പദവും മൂന്നാമത്തെ പദവും തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പകുതി എടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.